നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിന്റെ ഓണസമ്മാനമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ആനന്ദോത്സവം സംഘടിപ്പിക്കും. ശ്രീ രവിശങ്കറിന്റെ ഇടുക്കി സന്ദർശന പരിപാടികൾ തയ്യാറാക്കും. തിരുവോണത്തെ വരവേൽക്കാൻ നാടെങ്ങും ആഘോഷ പരിപാടികൾ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പ് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാതല വിതരണോദ്ഘാടനം തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു. പലപ്പോഴും ഓണാഘോഷങ്ങൾ ഗംഭീരമാകുന്നത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. അതായത് സംസ്ഥാനങ്ങളിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. വിദേശ രാജ്യങ്ങളിലാണ് നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാൾ തനിമയോട് കൂടി ഓണം ആഘോഷിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കൊന്ന് ഒത്തുചേരാനും കേരള തനിമയെക്കുറിച്ച് ആലോചിക്കാനും ആ മാവേലിയുടെ നല്ല സങ്കല്പങ്ങളെക്കുറിച്ച് ആ ഭരണകാലത്തെക്കുറിച്ച് സ്മരിക്കുന്നത് സമത്വവും സുന്ദരവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, മാവേലി ഒരുപക്ഷെ മാവേലിയുടെ അർത്ഥമാകണമെന്ന് നിർബന്ധമില്ല. മാ നിഷാദ എന്ന് പറഞ്ഞാൽ അരുത് കാട്ടാളതാണ്. മാവേലി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു വേലി അരുത് എന്ന് തന്നെയാണ്. ആ രോഗ്യത്തിന്റെയും ആദരവിന്റെയും പക്ഷപാതമില്ലായ്മയുടെയും സമ്പൂർണമായിട്ടുള്ള ഒരു നിലപാട് അത് കേരള തനിമയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമായി നമ്മൾ പൈതൃകമായി സൂക്ഷിച്ചു പോരുകയാണ്. ആർട്ട് ഓഫ് ലിവിംഗ് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 27-ന് തൊടുപുഴ EAP ഹാളിൽ ആനന്ദോത്സവം സംഘടിപ്പിക്കും. ശ്രീ രവിശങ്കറിന്റെ ഇടുക്കി ജില്ലാ സന്ദർശനത്തിന് മുന്നോടിയായി അന്നേ ദിവസം ആർട്ട് ഓഫ് ലിവിംഗ് ഫാമിലി മീറ്റും ഉണ്ടായിരിക്കും. ആർട്ട് ഓഫ് ലിവിംഗ് ഇടുക്കി DCC ഭാരവാഹികൾ അറിയിച്ചതാണ് ഇക്കാര്യം. ജില്ലയിലെ മുഴുവൻ ആർട്ട് ഓഫ് ലിവിംഗ് ഫാമിലി മെമ്പർമാരെയും അതിന്റെ ഓർഗനൈസർമാരെയും ജില്ലയിലെ മുഴുവൻ ടീച്ചേഴ്സിന്റെയും ഒരു മീറ്റ് ഈ മാസം 27-ാം തീയതി തൊടുപുഴ EAP ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രസ്തുത യോഗത്തിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ സംസ്ഥാന ചെയർമാൻ അധ്യക്ഷൻ ശ്രീ ബാബുരാജ് സാറും ജനറൽ സെക്രട്ടറി രാകേഷ് നായർ സാർ, അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന ടീച്ചേഴ്സ് കോർഡിനേറ്റർ ശ്രീ വാമ സുരേഷ് സാർ, അപ്പസ് ബോഡി മെമ്പർമാർ, അതുപോലെ തന്നെ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരിപ്പാത പരിസരത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടതിനെതിരെ നടപടി. നാലുവരിപ്പാതയുടെ വെങ്ങല്ലൂർ ഭാഗത്ത് റോഡിനോട് ചേർന്നാണ് അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടത്. നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പോലീസ് എത്തുകയായിരുന്നു. റെസിഡൻസ് അപ്പെക്സ് കൌൺസിൽ ഭാരവാഹികളും എത്തിച്ചേർന്നു. നിക്ഷേപിച്ച മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിൽ തിരിച്ചു കോരിയിട്ടു. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. മണക്കാട് NSS കരയോഗം ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണക്കിറ്റ് വിതരണം, പായസ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. PT തോമസ് MP ആഘോഷം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. പരമേശ്വരൻ നമ്പൂതിരി ഓണക്കിറ്റ് വിതരണം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KP ജനാർദ്ദനൻ നായർ അധ്യക്ഷനായിരുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, സാമുദായിക ആചാര്യൻ അന്നത്തെ കലാപതി ഒരു കാലഘട്ടത്തെ അദ്ദേഹം മാറ്റിമറിച്ചുകൊണ്ട് നായർ സമുദായത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടേറെ വലിയ വലിയ സംഭാവനകളും പ്രവർത്തനങ്ങളും ഇന്ന് കേരള സമൂഹം പ്രത്യേകിച്ച് അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങൾ
നവോത്ഥാന മുന്നേറ്റങ്ങൾ നിലനിർത്തിക്കൊണ്ട് പിന്നീട് വന്നിട്ടുള്ള പല സാമൂഹിക പരിഷ്കരണ രംഗത്തുണ്ടായ മാറ്റങ്ങളെല്ലാം ഇതിനെല്ലാം വിലയിരുത്തുമ്പോൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രത്തെ വിലയിരുത്തുമ്പോഴൊക്കെ ശ്രീ മന്നത്ത് പത്മനാഭന്റെ നാമധേയം എപ്പോഴും സ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായിരുന്ന വ്യക്തിത്വത്തിന്റെയും ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രത്യേകമായ എടുത്തു പറയാൻ കഴിയുന്ന സംഭാവനകളുടെയും പശ്ചാത്തലത്തിലാണ്. കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദിവസത്തെ പ്രധാന പരിപാടി വൃദ്ധസദന സന്ദർശനമായിരുന്നു. അന്തേവാസികൾക്കുള്ള ഓണസദ്യ വിഭവങ്ങൾ ജില്ലാ പ്രസിഡന്റ് PN സജീഷ് കുമാർ വിതരണം ചെയ്തു. 26-ന് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. ഓണാഘോഷവും കുടുംബസംഘത്തോടനുബന്ധിച്ച് മുതലക്കോളം വൃദ്ധസദനത്തിലെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ വക വലിയ ഓണോപഹാരം അഡ്വക്കേറ്റ് ക്ലർക്ക് തൊടുപുഴ യൂണിറ്റിന് വേണ്ടി നൽകുന്നതിന് വിളിച്ചേർന്നതാണ്. ഇതോടൊപ്പം ഈ ഓണാഘോഷം എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമായിട്ടാണ് ആശംസിക്കുന്നത്. അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സിവിൽ കോർട്ട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബമേളയും നടത്തി. മന്ത്രി PG ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോഷി അഗസ്റ്റിൻ MLA, മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫ്, അഡ്വക്കേറ്റ് S അശോകൻ, എറണാകുളം കൺസ്യൂമർ ഫോറം പ്രസിഡന്റ് A രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. NSS വനിതാ സമാജം ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കള മത്സരം നടത്തി. താലൂക്ക് യൂണിയൻ ഹാളിലാണ് പൂക്കള മത്സരം നടത്തിയത്. മണക്കാട് മിത്രം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ നടത്തി. പൂക്കള മത്സരം, ഓണക്കളികൾ, സമാപന സമ്മേളനം എന്നിങ്ങനെയായിരുന്നു പരിപാടികൾ. അസോസിയേഷൻ പ്രസിഡന്റ് VR പങ്കജാക്ഷൻ നായർ, KP പത്മനാഭൻ നായർ എന്നിവർ നേതൃത്വം നൽകി. നേരെ
മാരിയിൽ കലുങ്ക് ഗ്രീൻ കാർഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. അത്തപ്പൂക്കള മത്സരം, പ്രസംഗം, ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബേബി കൊറ്റഞ്ചേരി, MD ദിലീപ്, KG സുരേഷ് കുമാർ, പ്രദീപ് ഗ്ലോബൽ എന്നിവർ നേതൃത്വം നൽകി. ഒളമറ്റം തെക്കുമുറി പൗരവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. വിവിധ കലാകായിക മത്സരങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൈകിട്ട് പൗരവേദി കൺവീനർ ജോർജ് മംഗലത്തിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം ഉണ്ടായിരുന്നു. ഉറുമ്പിപ്പാലം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഉറുമ്പിപ്പാലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കൌൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു അധ്യക്ഷനായിരുന്നു. ഉണ്ണികൃഷ്ണൻ, റെജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജനതയുടെ ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്ന ഏറ്റവും വലിയൊരു ആഘോഷം ഓണമല്ലാണ്ട് മറ്റൊരു ആഘോഷം തന്നെ നമുക്കിതില്ല. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെയുള്ള സ്ഥിതി സമത്വം നിലനിന്നിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ന് ജാതി മത വർണ്ണ ചിന്തകൾ വലിയ രീതിയിൽ കേരളത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ അതിനെല്ലാം അതീതമായിട്ട് സകല ഭേദചിന്തകൾക്കും അപ്പുറം ഓണം നമ്മെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. SBI ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തതായി പരാതി. കരിമണ്ണൂർ സ്വദേശിനിയായ രാധാബാബുവാണ് പരാതിക്കാരി. ജോലി കഴിഞ്ഞ് മടങ്ങവെ കരിമണ്ണൂർ വെച്ച് ഏതാനും പേർ ചേർന്ന് ആക്രമിച്ചെന്നാണ് രാധാബാബു പറയുന്നത്. മകനുമായുള്ള ചിലരുടെ പ്രശ്നങ്ങളാണ് അക്രമത്തിന് കാരണം. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ മോനും അജിലുമായിട്ട് പോകുന്ന വഴിക്കാണ് എന്നെ തടഞ്ഞു നിർത്തി വണ്ടിയിൽ നിന്ന് വലിച്ചടിച്ച് കരിമണ്ണൂർ പാഴൂക്കര വെച്ച് മഴയായിരുന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ഡോറ് തുറന്ന് വലിച്ചടിച്ചിട്ട് എനിക്കിട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്തു. മടക്കല വെച്ചും എൻ്റെ വയറിൻ്റെ ചവിട്ടി ഞാൻ റോഡിലേക്ക് വീഴുകയും ചെയ്തു. അവൻ്റെ കൂടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിന്റെ ഓണസമ്മാനമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ആനന്ദോത്സവം സംഘടിപ്പിക്കും. ശ്രീ രവിശങ്കറിന്റെ ഇടുക്കി സന്ദർശന പരിപാടികൾ തയ്യാറാക്കും. തിരുവോണത്തെ വരവേൽക്കാൻ നാടെങ്ങും ആഘോഷ പരിപാടികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.